എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈയിലെ ചരിത്രമുറങ്ങുന്ന എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ചുട്ടുപൊള്ളുന്ന ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഇന്ത്യയും സിംബാബ്വേയും നേർക്കുനേർ വന്നപ്പോൾ പിറന്നത് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും അവിശ്വസനീയവുമായ ക്രിക്കറ്റ് പോരാട്ടങ്ങളിൽ ഒന്ന്. സ്പിന്നിനെ തുണയ്ക്കുന്ന ബാറ്റിംഗ് ദുഷ്കരമായ ചെപ്പോക്കിലെ പിച്ചിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും സിംബാബ്വെ നായകൻ സിക്കന്ദർ രാസയും മൈതാന മധ്യത്തിലെത്തിയപ്പോൾ ഭാഗ്യം ഇന്ത്യയെ കടാക്ഷിച്ചു. രാത്രിയിൽ ഈ പിച്ചിൽ റൺസ് പിന്തുടരുക എന്നത് ഒരു ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് മുൻകൂട്ടി കണ്ട സൂര്യകുമാർ ഒട്ടും മടിക്കാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഗാലറികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ വിളികൾക്കിടയിൽ യുവതാരം അഭിഷേക് ശർമ്മയും പരിചയസമ്പന്നനായ ഇഷാൻ കിഷനും ക്രീസിലേക്ക് നടന്നെടുത്തു. എന്നാൽ സിംബാബ്വേയുടെ ഏറ്റവും മികച്ച പേസർ റിച്ചാർഡ് എംഗാരവയുടെ രണ്ടാമത്തെ പന്തിൽ തന്നെ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് അഭിഷേക് ശർമ്മ മടങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെപ്പോക്ക് സ്റ്റേഡിയം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ആ ശ്മശാനമൂകതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ സഞ്ജു സാംസൺ ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ ഗാലറിയിൽ ഉയർന്ന ആവേശം അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പത്തിന് സമാനമായിരുന്നു. അഭിഷേകിന്റെ അപ്രതീക്ഷിത വീഴ്ച നൽകിയ ആഘാതം മാറ്റാൻ അവതരിച്ച സഞ്ജു തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിമാനുഷികമായ ഒരു ബാറ്റിംഗ് വിസ്മയമാണ് പിന്നീട് പുറത്തെടുത്തത്. മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തിയ ബ്ലെസ്സിംഗ് മുസറബാനിയെ ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ അതിഭയങ്കരമായൊരു സിക്സറിന് പറത്തി ഇഷാൻ കിഷൻ ഒരു വശത്ത് വിശ്വരൂപം പുറത്തെടുത്തപ്പോൾ മറുവശത്ത് സഞ്ജു സാംസൺ സിംബാബ്വെ ബൌളർമാരെ നിർദ്ദയം വേട്ടയാടുകയായിരുന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ തന്നെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 68 റൺസ് എന്ന അതിശക്തമായ നിലയിലേക്ക് ഇന്ത്യ കുതിച്ചെത്തി. എന്നാൽ സിംബാബ്വേയുടെ മുൻനിര സ്പിന്നർ റയാൻ ബേളിനെതിരെ സഞ്ജു സാംസൺ നടത്തിയ കടന്നാക്രമണം ഏതോ അന്യഗ്രഹ ജീവിയുടെ ബാറ്റിംഗ് വിസ്മയം പോലെയാണ് ആരാധകർക്ക് അനുഭവപ്പെട്ടത്. മിഡ് വിക്കറ്റിനും ലോങ് ഓണിനും മുകളിലൂടെ തുടർച്ചയായി 3 കൂറ്റൻ സിക്സറുകൾ പറത്തി വെറും 24 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു സിംബാബ്വെ ബൌളർമാരുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തെറിഞ്ഞു. അദ്ദേഹം ഒരു ചരിത്ര സെഞ്ചുറിയിലേക്ക് കുതിക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് 55 റൺസിൽ നിൽക്കെ സിക്കന്ദർ രാസ തന്റെ അനുഭവ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്ത് ഒരു വഞ്ചനാപരമായ ക്യാരം ബോളിലൂടെ സഞ്ജുവിനെ LBW കുരുക്കിലാക്കിയത്. എന്നാൽ ആ വീഴ്ച ഇന്ത്യയെ തളർത്തിയില്ല. പകരം ക്രീസിലെത്തിയ യുവതാരം തിലക് വർമ്മ ഒരു വശത്ത് വൻമതിൽ പോലെ നിലയുറപ്പിച്ച ഇഷാൻ കിഷനൊപ്പം ചേർന്ന് സ്കോറിംഗ് വേഗത ഒന്നുകൂടി കൂട്ടി. ബ്രാഡ് എവാൻസിന്റെ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ ഒരു മനോഹരമായ പുൾ ഷോട്ട് കളിച്ച് 32 പന്തിൽ ഇഷാൻ കിഷൻ തന്റെ അർദ്ധശതകം പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയം ആവേശ തിരമാലകളിൽ മുങ്ങി. ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ 85 റൺസിന്റെ ആ ചരിത്ര കൂട്ടുകെട്ട് സിംബാബ്വേയുടെ തിരിച്ചുവരവ് മോഹങ്ങളുടെ അവസാനത്തെ ആണിയും അടിച്ചു. സ്പിന്നർമാരെ വിറപ്പിക്കുന്ന ചെപ്പോക്കിലെ പിച്ചിൽ സിക്കന്ദർ രാസയെപ്പോലൊരു ഇതിഹാസ സ്പിന്നറെ ക്രീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി 2 തവണ അതിമാരകമായ സിക്സറുകൾക്ക് പറത്തിയ തിലക് വർമ്മ വെറും 24 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ലോക ക്രിക്കറ്റിന് തന്റെ വരവറിയിച്ചു. ഇന്നിംഗ്സ് അവസാന ഓവറുകളിലേക്ക് കടന്നപ്പോൾ ഡെത്ത് ഓവറുകളിലെ രാജാക്കന്മാരായ റിങ്കു സിംഗിന്റെ തീപാറുന്ന ബൗണ്ടറികളും അവസാന പന്തിൽ ഹാർദിക് പാണ്ഡ്യ തന്റെ അസാമാന്യ ബാഹുബലം ഉപയോഗിച്ച് നേടിയ കൂറ്റൻ സിക്സറും കൂടിയായപ്പോൾ ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 224 എന്ന അവിശ്വസനീയമായ ഹിമാലയൻ സ്കോർ പടുത്തുയർത്തി. 225 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യത്തിനു മുൻപിൽ സിംബാബ്വെ തകർന്നടിയുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ബ്രയൻ ബെന്നറ്റും തടിവാനാഷെ മരുമാനിയും ചേർന്ന് ഇന്ത്യൻ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. അർഷ്ദീപ് സിംഗിന്റെ ആദ്യ ഓവറിൽ തന്നെ 2 പടുകൂറ്റൻ ഫോറുകളും ഒരു ഗഗനചുങ്കായ സിക്സറും പറത്തി ബെന്നറ്റ് അപകട സൂചന നൽകിയതോടെ പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എന്ന നിലയിൽ അവർ ഇന്ത്യൻ ഹൃദയമിടിപ്പ് കൂട്ടി. ഈ നിർണായകവും സമ്മർദ്ദം നിറഞ്ഞ നിമിഷത്തിലാണ് നായകൻ സൂര്യകുമാർ യാദവ് തന്റെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തത്. പന്ത് സാക്ഷാൽ ജസ്പ്രീത് ബുംറയുടെ കയ്യിലെത്തിച്ചു. പിന്നീട് ചെപ്പോക്കിൽ കണ്ടത് ബുംറയുടെ മാന്ത്രിക ജാലമായിരുന്നു. തന്റെ സ്പെല്ലിലെ ആദ്യ പന്തിൽ തന്നെ ഒരു അമാനുഷിക യോർക്കറിലൂടെ അപകടകാരിയായ ബ്രയൻ ബെന്നറ്റിന്റെ മിഡിൽ സ്റ്റംപ് പിഴുതേഞ്ഞ ബുംറ സിംബാബ്വേയുടെ പതനത്തിന് തുടക്കമിട്ടു. പിന്നീട് ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സ്ലോവർ ഓഫ് കട്ടറിലൂടെ സിക്കന്ദർ രാസയെ ഇഷാൻ കിഷന്റെ കൈകളിൽ എത്തിച്ച അദ്ദേഹം തൊട്ടടുത്ത പന്തുകളിൽ റയാൻ ബേളിനെയും ടോണി മുന്യോങ്ങിനെയും പവലിയനിലേക്ക് പറഞ്ഞെറിഞ്ഞ് അവരുടെ നടുവൊടിച്ചു. തന്റെ അവസാന ഓവറിലെ രണ്ടാമത്തെ പന്തിൽ റിച്ചാർഡ് എംഗാരവയെ ഒരു തീപ്പൊരി ഇൻസ്വിംഗറിലൂടെ ക്ലീൻ ബൗൾഡാക്കി ബുംറ തന്റെ അന്താരാഷ്ട്ര T20 കരിയറിലെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി.
വെറും 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് പിഴുതെടുത്ത ബുംറയുടെ ഈ അവിശ്വസനീയ സ്പെല്ലിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ സിംബാബ്വെ 18.2 ഓവറിൽ വെറും 142 റൺസിന് തകർന്നടിഞ്ഞു. ഈ 82 റൺസിന്റെ ഈ കൂറ്റൻ വിജയത്തോടെ ഇന്ത്യ വിജയം കൈക്കലാക്കി. ഈ ഒരു പ്രാക്ടീസ് മാച്ചിൽ ഇതാണ് അവസ്ഥയെങ്കിൽ യഥാർത്ഥ മാച്ചിലെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അതെ, മുറിവേറ്റ സിംഹത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ മികച്ച ഒരു അടയാളം തന്നെയാണിത്. അഭിഷേകിന്റെ അപ്രതീക്ഷിത മടക്കത്തിനു ശേഷം ക്രീസിലെത്തി സഞ്ജു സാംസൺ സൃഷ്ടിച്ച കൊടുങ്കാറ്റും ഇഷാൻ കിഷന്റെയും തിലക് വർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗിനൊപ്പം എതിരാളികളുടെ നടുവൊടിച്ച ജസ്പ്രീത് ബുംറയുടെ ആ അമാനുഷിക പ്രകടനവും ഈ ലോകകപ്പ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എന്നും തിളങ്ങി നിൽക്കും. ഈ ഒരൊറ്റ മത്സരത്തോടെ ഇന്ത്യൻ സിംഹങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് അതിശക്തമാണ്. അതെ, ഇന്ത്യ രാജകീയമായി തന്നെ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ചെപ്പോക്കിലെ ഈ സംഹാര താണ്ഡവത്തിനും ബുംറയുടെ മാന്ത്രികതയ്ക്കും സാക്ഷ്യം വഹിച്ച ലോകത്തെ മറ്റ് എല്ലാ ടീമുകളുടെയും നെഞ്ചെടുപ്പ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നത് ഉറപ്പാണ്. ഓരോ കളിക്കാരനും തീപ്പൊരിയായി മാറിയ ഈ അവിശ്വസനീയ ഫോം തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തടയാനാവില്ല. ഈ 2026 T20 ലോകകപ്പ് ആരും നമ്മളിൽ നിന്നും തട്ടിയെടുക്കില്ല. ലോകകപ്പ് ഇന്ത്യയിലേക്ക് തന്നെ വരും. അതേ സുഹൃത്തുക്കളെ, കാത്തിരിക്കാം ലോക ക്രിക്കറ്റിനെ വിറപ്പിക്കുന്ന ഇന്ത്യൻ സിംഹങ്ങളുടെ ആ ഇതിഹാസ കിരീടധാരണത്തിനായി. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.